ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിഷേക് സ്വപ്നം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ദേവരാജ മാഷാണെങ്കിൽ അവിടെ വന്നതിന് ശേഷം അഭിഷേകിനെ വിളിക്കുന്നുണ്ട്. എന്താ മോനെ നീ പുറത്ത് നിൽക്കുന്നത്, ഇങ്ങോട്ട് കയറി വായോ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, മാഷേ ഞാൻ എൻ്റെ അമ്മയെ സ്വപ്നം കണ്ടു, അതാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. എന്താ മോനെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടാണ്, നിനക്ക് ഓഫീസിൽ പോകേണ്ടതാണ്, നീ പോയി കിടക്കാൻ നോക്ക്. ഇല്ല അങ്കിളെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, എൻ്റെ അമ്മയെ എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ കാണണമെന്നുണ്ട്. വേറൊന്നുമല്ല, നിമ്മി ആൻറ്റീനെ ഞാൻ നാളെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ വരെ ഒന്ന് പോയി നോക്കണം. അന്വേഷണം നടക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നുള്ളത് പോയി നോക്കണമെന്നും അഭിഷേക് ദേവരാജ മാഷ് അറിയിക്കുകയാണ്. എന്നാൽ ശരി, നീ പോയിക്കോ. പിറ്റേ ദിവസം കാണിക്കുമ്പോഴത്തേനും അമ്മമ്മയും അതുപോലെ തന്നെ ഒരു പോസ്റ്റ്മാൻ അവിടെ വരുന്നുണ്ട്. അതിനുശേഷം അയാൾ ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. പറയുന്നുണ്ട് ദേവബാലയ്ക്കുള്ള ഒരു ലെറ്ററാണെന്ന് പറഞ്ഞിട്ട് ദേവുവിനെ വിളിക്കുന്നുണ്ട് അമ്മാമ്മ. അങ്ങനെ ദേവ് അത് കൈപ്പറ്റുന്നുണ്ട്. അത് വായിച്ചതിന് ശേഷം ഭയങ്കര സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുന്ന ദേവബാലയാണ് കേട്ടോ കാണുന്നത്. അപ്പോഴത്തേനും പറയുന്നുണ്ട്, അമ്മാമ്മ നിനക്ക് എന്ത് പറ്റി ദേവു, നീ എന്തിനെങ്ങനെ ചാടിത്തുള്ളുന്നേ? അമ്മാമ്മ എനിക്ക് ജോലി കിട്ടിയെന്ന് പറയാണ്. ഇവിടെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് ഇതിലൊന്ന് വിലസണം, കാരണം എനിക്കും ജോലി കിട്ടിയല്ലോ. അഭിഷേക് പഠിച്ചിട്ട് ഒരുപാട് പഠിച്ചല്ലോ. ഇത്രയും വലിയൊരു കമ്പനിയിൽ അവന് ജോലി കിട്ടിയിട്ടില്ല, എനിക്കാണ് കിട്ടിയത്. ഞാൻ കണ്ടോ ഇത് ഞാൻ ഉപയോഗപ്പെടുത്തുമെന്നും അമ്മമ്മയോട് പറയുകയാണ്. അപ്പോൾ അമ്മമ്മ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചതാണ്, സകല ദൈവങ്ങളെയും ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചതാണ് നിനക്കൊരു ജോലി കിട്ടട്ടെ എന്നുള്ളത്. കാരണം നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ദേവു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അമ്മമ്മ കണ്ടോ, അഭിഷേക് ഇങ്ങോട്ട് വരട്ടെ, അവനിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അവനിങ്ങനെ പഠിച്ചിട്ടും അവന് ഇത്ര വലിയ കമ്പനിയിലൊന്നും ജോലിയൊന്നും കിട്ടിയില്ലല്ലോ, എനിക്കല്ലേ കിട്ടിയത്, അതിന് ഞാൻ അഭിമാനിക്കുകയാണ് അമ്മമ്മയെ പറയുകയാണ്. അതിനുശേഷം സുനന്ദയെ വിളിച്ചിട്ട് ദേവു പറയുന്നുണ്ട്, സുനന്ദ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു, നിനക്ക് വന്നോ എന്ന് ചോദിക്കുകയാണ്. എനിക്കും വന്നു, 9-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യണം. നമുക്ക് രണ്ട് പേർക്കും ഒരു ദിവസം തന്നെയാണ് ജോയിൻ ചെയ്യേണ്ടത്. എന്തായാലും അഭിഷേകിനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമാണ്. അവൻ വിചാരിച്ചു എനിക്കും ജോലി കിട്ടില്ല എന്നുള്ളത്, ഇനി അവൻ്റെ മുന്നിലൊന്ന് വിലസണമെന്നും പറയാം. അപ്പോൾ സുനന്ദയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, സുനന്ദയ്ക്ക് അറിയാമല്ലോ അഭിഷേകാണ് രണ്ടുപേർക്കും ജോലി ശരിയാക്കിയത്, അവിടുത്തെ മാനേജർ അഭിഷേകാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും സുനന്ദ എന്തായാലും ശരി എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. അപ്പോഴത്തേനും ഹെഡ് മാസ്റ്റർ അങ്ങോട്ടേക്ക് വരാട്ടോ ചെയ്യുന്നത്. എന്താ മോളെ, എന്തിനാ അങ്ങനെ സന്തോഷം? അച്ഛാ എനിക്ക് ജോലി കിട്ടി, ദേവബാലയ്ക്കും ജോലി കിട്ടി, പക്ഷേ അവൾക്ക് അറിയില്ല അവിടുത്തെ മാനേജർ അഭിഷേകാണെന്നുള്ളത്. അതും നല്ല കാര്യമായിപ്പോയി. അതെന്താ അഭിഷേക് എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് അവൾക്കറിയില്ല, അത് അവൾ അന്വേഷിച്ചിട്ട് പോലുമില്ല. എന്നാൽ മോൾക്ക് പറയാമായിരുന്നില്ലേ? വേണ്ട, അവളൊന്ന് ചമ്മണം, വേറൊന്നല്ല, അവനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് അവൻ ഇത്രയും വലിയ പൊസിഷനിലാണ് ഇരിക്കുന്നുള്ളത് അവൾ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാവട്ടെ, അങ്ങനെയെങ്കിലും അവളുടെ അഹങ്കാരം ഒന്ന് കുറയട്ടെ അച്ഛ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാഷ് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. പിന്നെ തന്നെ ദേവപാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, കാരണം വേറൊന്നല്ല അഭിഷേകിനെ കാത്ത് നിൽക്കുകയാണ്. എന്നിട്ട് അമ്മമ്മ വരുന്നുണ്ട്. എന്താ ദേവു നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? എന്താ അമ്മേ, അഭിഷേകിനെ കാണുന്നില്ലല്ലോ, അവനെ കണ്ടിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ പറയണം, നീ വെറുതെ അവനെ വാശി പിടിപ്പിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഇത്രയും വലിയ കമ്പനിയിൽ ജോലി കിട്ടിയ കാര്യം. എന്തായാലും അവൻ വരുമ്പോൾ എനിക്ക് ഈ ബോംബ് പൊട്ടിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അഭിഷേക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾ വിചാരിച്ചോ ഇയാൾക്ക് മാത്രമാണ് ജോലിയൊക്കെ കിട്ടുള്ളൂ എന്ന്? ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുമെന്ന് താൻ വിചാരിച്ചോ? എനിക്ക് നോക്ക്, ഞാൻ ഇൻ്റർവ്യൂവിനും കൂടെ പോയിട്ടില്ല, എങ്കിൽ പോലും ഞാൻ കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഉള്ള ഏറ്റവും വലിയൊരു കമ്പനിയിൽ തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. താൻ കണ്ടോ എന്ന് പറയാട്ടോ. താൻ ആ സൺഗ്ലാസ് ഒന്ന് മാറ്റിക്കുക എന്ന രീതിയിലൊക്കെ അഭിഷേകിനോട് പറയുക കേട്ടോ ദേവബാല. തൻ്റെ മുഖം ഒന്ന് കാണട്ടെ. ഓ, ദേവുവിന് നല്ലൊരു ജോലി കിട്ടിയില്ലേ, നല്ല കാര്യമല്ലേ? പിന്നില്ലാതെ കണ്ടില്ലേ, എൻ്റെ സ്വഭാവം കണ്ടിട്ട് തന്നെയാണ് അവരെനിക്ക് ഈ ഒരു ജോലിയൊക്കെ തന്നിട്ടുള്ളത്, അല്ലാതെ തന്നെ പോലെയൊന്നല്ല. കുറേ പഠിച്ച് പുസ്തകപ്പുഴായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. തന്നെ പോലെയല്ല ഞാനെന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അപ്പോൾ അഭിഷേകിന് എല്ലാ കാര്യം തന്നെ മനസ്സിലാവുകയാണ്. എന്നിട്ട് അമ്മമ്മയും ചിരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് പോവുകട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ദേവരാജൻ മാഷ് വരുന്നത് വരെ തന്നെ ദേവബാല വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം അച്ഛനോട് കാര്യം പറയണം തനിക്ക് ജോലി കിട്ടി എന്നുള്ളത്. അപ്പോഴത്തേനും ദേവരാജൻ മാഷ് വരുന്നുണ്ട്. എന്നിട്ട് ദേവ് ചോദിക്കുന്നുണ്ട്,
എന്താ അച്ഛാ ഇത്ര ലേറ്റ് ആയത്? ഞാൻ ലൈബ്രറി വരെ ഒന്ന് പോയതാണ് മോളെ. എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം? അച്ഛൻ ഇത് കണ്ടോ? അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വായിക്കുമ്പോഴത്തേനും സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടെ, ഏതാണ് കമ്പനി, അവിടെ മാനേജർ അഭിഷേകാണെന്നുള്ളതൊക്കെ മനസ്സിലാവുന്നു കേട്ടോ. എനിക്ക് ജോലി കിട്ടി കണ്ടോ. ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുന്നതെന്നല്ലല്ലോ. അഭിഷേകും അച്ഛനൊക്കെ വിചാരിച്ച പോലെയൊന്നും ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നില്ല. എനിക്കൊരു ഇൻ്റർവ്യൂ പോലും ചെയ്യാതെയാണ് ഈ ജോലിക്ക് അവർ എന്നെ വിളിച്ചതെന്ന് പറയും. ഓ, അത് നല്ല കാര്യമാണ് അച്ഛാ. എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം, എൻ്റെ കൂടെ വരണം എന്ന് പറയണം. ഓഫീസിൽ പോകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇടണ്ടേ. അത് അഭിഷേകിന് അച്ഛൻ നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തല്ലോ, എനിക്കും വാങ്ങിത്തരണം എന്ന് പറയുന്നുണ്ട്. ഓ, അതൊക്കെ ശരി. അഭിഷേക് എവിടെ മോനെ എന്ന് വിളിക്കുന്നുണ്ട്. എനിക്കറിയില്ല. അങ്ങനെ അഭിഷേകിനെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. മോനെ, ഇവള് പറഞ്ഞ മനസ്സിലായോ? ദേവപാലയ്ക്ക് ജോലി കിട്ടി. എനിക്കറിയാം. അപ്പോൾ കൺഗ്രാജുലേഷൻ മോനെ എന്ന് പറഞ്ഞിട്ട് അഭിഷേകിൻ്റെ കൈയാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് ജോലി കിട്ടിയിട്ട് അവനാണോ ഷേക്കാൻഡ് കൊടുക്കുന്നത്? പിന്നെ അല്ലാതെ നിനക്ക് ജോലി ശരിയാക്കിയത് ആരാ? നീ ഈ സിഗ്നേച്ചർ ആരുടെയൊന്നും നോക്കിയിട്ടില്ല അല്ലേ? നീ ലെറ്ററൊക്കെ വായിച്ചു. ഇതിൻ്റെ മാനേജർ, ഈ കമ്പനിയുടെ മാനേജർ ഈ അഭിഷേകാണെന്ന് പറയുമ്പോൾ അങ്ങനെ കേട്ടോ ചെയ്യുന്നത് ദേവപാല. പിന്നെ ഞാൻ ഇവനല്ലേ ഷേക്കാൻഡ് കൊടുത്തത്, പിന്നെ ഇൻ്റർവ്യൂ കൂടെ ചെയ്യാതെ നിന്നെയൊക്കെ ജോലിക്ക് എടുത്തത് ഇവനെ ഒറ്റൊരുത്തൻ കാരണമാണ്. നീ എന്തായാലും പഠിച്ചിട്ടാണ് കിട്ടിയതെന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവുവിന് ദേഷ്യം വന്നിട്ട് ലെറ്റർ വാങ്ങിച്ചിട്ട് പോവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, മാഷ് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൾക്ക് ദേഷ്യപ്പെട്ടു. അവൾ ഇത്തിരി ചമ്മട്ടെ മോനെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവളുടെ അഹങ്കാരം കുറയ്ക്കാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. മോൻ വിഷമിക്കേണ്ട, മോൻ എന്തായാലും ചെയ്യില്ലെന്ന് പറയുന്നു. അങ്ങനെ ദേവപാലയും അതുപോലെ അമ്മമ്മയും കൂടി സംസാരിക്കുന്നുണ്ട്. ദേവാണെങ്കിലോ ദേഷ്യപ്പെട്ട് നടക്കുകയാണ്. കണ്ടില്ലേ, അതിൻ്റെ മാനേജർ അവനാണ്. ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ല. എന്താ മോളെ ഈ പറയുന്നത്? നീ ഈ ജോലിക്ക് പോവാതിരുന്നിട്ട് എന്താ കാര്യം? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു ജോലിയാണ്. അവനുള്ളൊരു കമ്പനിയിലേക്ക് ഞാൻ പോയില്ല അമ്മമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ അവനും കണക്കാക്കുന്നത്? അവനിവിടെ നീ എന്ത് കുരുത്തക്കേടും ചെയ്തിട്ടുണ്ടെങ്കിലും അവനൊന്നും ഒരക്ഷരം പറയാതെ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ നിൽക്കാറ്. എന്തായാലും ആ കമ്പനിയിൽ പോയാലും നിന്നെ അനുസരിച്ച് തന്നെ അവൻ നിൽക്കുള്ളൂ. കിട്ടിയ ജോലി കളയാതിരിക്കുക. ഈ ജോലി ഉണ്ടെങ്കിലേ നമുക്കൊക്കെ അഭിമാനത്തോട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം മാനേജറായിട്ട് തന്നെ അഭിഷേക് കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴത്തേനും സുനന്ദ വരുന്നുണ്ട് കേട്ടോ, അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ട്. അപ്പോഴത്തേനും സുനന്ദനെ കാണുമ്പോഴത്തേനും അഭിഷേക് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. സുനന്ദ വന്നോ എന്ന് പറയുന്നുണ്ട്. എന്താ ദേവ് ഇവിടെ? ദേവപാല വന്നില്ലല്ലേ? അവളൊന്ന് വരുന്നുണ്ടാവില്ല. അവളെന്നെ വിളിച്ചിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞു. കാരണം ഞാനും കൂടി അറിഞ്ഞിട്ടാണല്ലോ ഇങ്ങനെയൊന്ന് ഒപ്പിച്ചത്. അതൊന്നും സാരമില്ലടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അവളിനി വരുമോ എന്നറിയില്ല. ഇന്നലെ ആ കള്ളി പൊളിഞ്ഞല്ലേ? ദേവരാജ മാഷ് പറഞ്ഞു. അവൾക്ക് ദേഷ്യം വന്നു. ഇനി അവൾ വരാതിരിക്കുമോ? എന്തായാലും സുനന്ദ വരൂ, നമുക്ക് MD ഒന്ന് കാണാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആവണ്ട എന്ന് പറഞ്ഞിട്ട് സുനന്ദേനെ കൂട്ടിക്കൊണ്ട് പോവാട്ടോ ചെയ്യുന്നത്. MDയെ കാണുകട്ടോ ചെയ്യുന്നത്. ഇതാണ് സുനന്ദ. സുനന്ദ എന്ന് പറയുമ്പോഴത്തേനും മറ്റൊരാളും കൂടി ഉണ്ടല്ലോ, ദേവപാല. അവൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ടെൻഷനായി നിൽക്കുന്ന അഭിഷേകിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ.